ഈ വഴിക്കടവ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ സംശയിച്ച് പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയെ ചോദ്യം ചെയ്യുന്നു. വഴിക്കടവ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചെയ്യുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഈ ഒരാൾ മാത്രമേ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളൂ. രണ്ടുപേർ ആദ്യം പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. ഇപ്പോൾ ആരെയാണ് ചോദ്യം ചെയ്യുന്നത്? ഈ വിനീഷിനെയാണോ? SKN 3 പേരായിരുന്നു കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് ആദ്യഘട്ടത്തിൽ നമ്മെ അറിയിച്ചത്. അതിലൊരാളെ ഇന്നലെ രാത്രി തന്നെ വിട്ടയക്കുകയായിരുന്നു. നമ്മളിപ്പോൾ വഴിക്കടവ് പോലീസ് സ്റ്റേഷനിൽ തന്നെയാണുള്ളത്. ഈ വഴിക്കടവ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു ആൾ മാത്രമാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. അതിനുശേഷം മറ്റൊരാളെ, കുഞ്ഞു മുഹമ്മദ്, വിനീഷ്, അതാണ് ആ പേരുകളെന്ന് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ രണ്ട് പ്രതികളെയും അല്ലെങ്കിൽ രണ്ടുപേരെയും ഈ ചോദ്യം ചെയ്തു വരികയാണ്. അതിലൊരാളിപ്പോൾ മെഡിക്കൽ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അത് കുഞ്ഞു മുഹമ്മദ് ആണോ വിനീഷാണോ എന്ന കാര്യത്തെക്കുറിച്ചൊരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ നമുക്ക് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്നടക്കം ലഭിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് സമാനമായ രീതിയിൽ സ്ഥിരം കേസുകൾ ഇവർക്ക് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തായാലും രണ്ടുപേർ, ആ പ്രതിയുടെ ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലൊരാളുടെ ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ കാര്യക്ഷമമായ ഇടപെടൽ ആ ഘട്ടത്തിൽ നടന്നുവെന്ന് നമുക്ക് നിസ്സംശയം വേണമെങ്കിൽ പറയാം. കാരണം ഒരു 10 മിനിറ്റിനകം തന്നെ ആ പ്രദേശത്തേക്ക് എത്തുകയും രാത്രിയോടുകൂടി ഒരു 12 മണിയോടുകൂടി തന്നെ 3 പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും 2 പേർ ഈ കേസിൽ കൃത്യമായി ഇൻവോൾവ് ആണ്, ഇടപെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനും പോലീസിന് ആ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞു. SHO അടക്കമുള്ള ആളുകൾ രാത്രിയും ആ മേഖലയിൽ തന്നെ തുടരുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തായാലും കുഞ്ഞു മുഹമ്മദ്, വിനീഷ്, അങ്ങനെയാണ് 2 പേരുകൾ ഇപ്പോൾ പോലീസ് പറയുന്നത്. ഈ പ്രദേശത്തുകാർ തന്നെയാണ്, വെള്ളക്കെട്ട സ്വദേശികൾ തന്നെയാണ്. സമാനമായ രീതിയിൽ മുൻപും ഇവരുടെ പേരിൽ കേസുകളുണ്ടെന്ന് സംശയിക്കുന്നുണ്ട്. എന്തായാലും ഈ നാട്ടുകാർ, നമ്മൾ രാവിലെ ആ SH ആശുപത്രിയിൽ പോകുമ്പോൾ ആ നാട്ടുകാർ ചില പേരുകളൊക്കെ പറഞ്ഞിരുന്നു. അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന പേരുകൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ വഴിക്കടവ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ പ്രതിയുടെ ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇനി എന്തിനു വേണ്ടിയാണ്, ഈ പന്നിയെ പിടിക്കാൻ വേണ്ടി മാത്രമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഇവർക്കുണ്ടായിരുന്നോ എന്നതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ വിവരം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും വഴിക്കടവ് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഒരാളിപ്പോൾ അകത്തുണ്ട്. ഞാൻ നിൽക്കുന്ന പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ഒരാളുണ്ട്. ഇതിനുശേഷം ഒരാളെ മെഡിക്കൽ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അത് കുഞ്ഞു മുഹമ്മദ് ആണോ വിനീഷാണോ എന്നതിനെക്കുറിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. പോലീസുകാർ അത് നൽകുന്നില്ല. കാരണം കൃത്യമായ രീതിയിൽ SP-യുടെ നിർദ്ദേശമുണ്ട്. ഒരു 10:30 മണി അല്ലെങ്കിൽ 11 മണിയോടുകൂടി കൂടുതൽ വിവരങ്ങൾ നൽകാമെന്നാണ് ഇവിടുത്തെ SHO അറിയിച്ചിട്ടുള്ള. അവരുടെ എഴുത്തുകുത്തുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. എന്തായാലും 2 പേരുണ്ട്. അതിൽ ഒരാൾ എന്തായാലും ഉറപ്പാണ്, വിനീഷ് എന്ന പ്രതി എന്തായാലും ഉറപ്പാണ്. മറ്റേയാൾ കുഞ്ഞു മുഹമ്മദ് എന്നാണ് പേര്. അത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാക്കാനാകും എന്നാണ് SHO, വഴിക്കടവ് SHO ധനഞ്ജയ ദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, CI അദ്ദേഹം പറയുന്നത്. SK